കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നോമിനേറ്റീവ് കേസ് എന്താണെന്ന് മനസ്സിലാക്കിയായിരുന്നു. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ് പോകുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് നോമിനേറ്റീവ് കേസ്. അത് വളരെ സിമ്പിളായിരുന്നു. ഇനി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരാം, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരാം. അപ്പോൾ ഈ ഡയറക്റ്റ് ഒബ്ജക്റ്റ് വരുമ്പം അതിനാണ് നമ്മൾ അക്യൂസേറ്റീവ് കേസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു സെൻറ്റൻസ് എടുത്തു കഴിയുമ്പോൾ ആ സെൻറ്റൻസിനോട് നമ്മൾ ചോദിക്കണം എന്തിനെ, ആരെ, എന്ത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അപ്പോൾ ആ ആൻസറിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞു തരാം. ഐ സീ എ ഡോഗ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വെർബ് എന്ന് പറയുന്നത് സീ, ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡോഗ്. അപ്പം ആ ഡോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ആനിമലാണ്. അപ്പോൾ ഒരു ആനിമലോ ഒരു വസ്തുവാണെങ്കിൽ നമ്മൾ അതിനോട് ചോദിക്കുന്നത് വാട്ട് എന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഞാൻ കണ്ടത്. വാട്ട് ഐ സീ, ഞാൻ കണ്ടത് എന്തിനെയാണ്? ഒരു പട്ടിയെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു നൗൺ ആകാം, ഒരു പ്രോനൗൺ ആകാം, അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് ആകാം. ഇനി ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് ഡാറ്റീവ് കേസാണ്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസ് ഐ സീ എ ഡോഗ്. അപ്പോൾ അതിൻ്റെ ജർമ്മൻ ഇഷ് സേ എ ഡെൻ ഹുണ്ട്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റായി വരുന്ന ഇഷ്, വെർബ് സേ, ആൻഡ് ഒബ്ജക്റ്റ് ഡെൻ ഹുണ്ട്. അപ്പം ഞാൻ എന്തിനെയാണ് കണ്ടേ? ഞാൻ പട്ടിയെ കണ്ടേ. അപ്പോൾ ഡയറക്റ്റ് നമുക്കൊരു ആൻസർ കിട്ടി. സോ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതൊരു അക്യൂസേറ്റീവ് കേസാണ്. ഇനി കഴിഞ്ഞ നോമിനേറ്റീവ് കേസിൽ നമ്മൾ കണ്ടു, നമ്മൾ സബ്ജക്റ്റായിട്ട് വന്നപ്പോൾ അത് ഡെർ ഹുണ്ടായിരുന്നു. ഇവിടെ അത് ഒബ്ജക്റ്റായിട്ട് വന്നപ്പോൾ ആർട്ടിക്കിൾ ഡെൻ ആയി. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ചാർട്ടും കാര്യങ്ങളും ഒരു എക്സാമ്പിളോടെ പറഞ്ഞ ശേഷം നമുക്കത് ഡിസ്കസ് ചെയ്യാം. അനദർ എക്സാമ്പിൾ, ഐ ഹാവ് എ ടേബിൾ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഐ, വെർബ് എന്ന് പറയുന്നത് ഹാവ്, ആൻഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എ ടേബിൾ. അപ്പോൾ ഇവിടെ ഒരു വസ്തുവാണ് നമുക്ക് ഒബ്ജക്റ്റായിട്ട് വന്ന എ ടേബിൾ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും, വാട്ട് ഐ ഹാവ്, എന്താണ് എൻ്റെ കയ്യിൽ ഉള്ളത്. അപ്പോൾ അവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്ന എ ടേബിൾ. സോ അതൊരു ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പം അത് അക്യൂസേറ്റീവ് കേസാണ്. അപ്പോൾ ഇതിൻ്റെ ജർമ്മൻ ഇഷ് ഹാബെ ഐനൻ ടിഷ്. എനിക്കൊരു ടേബിളുണ്ട്. അപ്പം നമുക്കറിയാം ഈ ടിഷ് എന്ന് പറയുന്നത് മസ്കുലിനാണ്. അപ്പോൾ നോമിനേറ്റീവ് കേസിൽ മസ്കുലിൻ വന്നു കഴിയുമ്പം ഉൺ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഐനായിരുന്നു. പക്ഷേ ഇവിടെ അക്യൂസേറ്റീവ് കേസ് ആയപ്പോൾ അത് ഐനനായി. ഇനി നമുക്ക് ആ ടേബിൾ കണ്ട് ആ ടേബിളിൽ നിന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. അതായത് ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി. അപ്പോൾ ആ കേസിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത്? ഉൺ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എ ഓർ ആൻ. അപ്പം അത് ഐൻ ആണ് വരുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് നമുക്ക് ആ ചാർട്ടിലൂടെ ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ബെസ്റ്റിംഡ് ആർട്ടിക്കിളിൻ്റെ കേസിൽ നോമിനേറ്റീവ് കേസിൽ മസ്കുലിൻ വന്നു കഴിയുമ്പോൾ ഡർ, ആൻഡ് ഫെമിനിൻ വന്നു കഴിയുമ്പോൾ ഡി, ആൻഡ് ന്യൂട്ടർ ദസ്, പ്ലൂറൽ ഡി. അപ്പോൾ ഇവിടെ അക്യൂസേറ്റീവ് കേസായി കഴിയുമ്പോൾ മസ്കുലിൻ്റെ കേസിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അത് ഡെൻ ആവും. ഫെമിനിൻ്റെ കേസിൽ ഒരു മാറ്റവുമില്ല, ഡി. ആൻഡ് ന്യൂട്രലിൻ്റെ കേസിൽ നോയിട്രൻ്റെ കേസിൽ ദസ്, ആൻഡ് പ്ലൂറലിൻ്റെ കേസിൽ ഡി, ഒരു മാറ്റവുമില്ല. ഇനി ഉൺ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ വന്നു കഴിയുമ്പോൾ മസ്കുലിൻ്റെ കേസിൽ ഐനനാവും. ആൻഡ് ഫെമിനിൻ്റെ കേസിൽ ഒരു മാറ്റവുമില്ല, ഐനെ. ആൻഡ് നോയിറ്റർ ഒരു മാറ്റവുമില്ല, അത് ഐൻ തന്നെ. ചില സെൻറ്റൻസുകളിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും വരാം. അത് ഡൈ ട്രാൻസിറ്റീവ് വെർബിൻ്റെ കേസിലാണ്.
ഫോർ എക്സാമ്പിൾ ഗേബൻ ടു ഗീവ്, ഷിക്കൻ ടു സെൻഡ്, ഫെർകൗഫൻ ടു സെൽ, ബ്രിങ്ങൻ ടു ബ്രിങ്. സോ ഇതൊക്കെ ഏതാനും എക്സാമ്പിൾസ് ആണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ എടുത്ത് നിങ്ങളോട് പറയാം. ഐ ഗിവ് യു ദ ആപ്പിൾ. അപ്പം അവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്ന ഐ, വെർബ് എന്ന് പറയുന്ന ഗിവ്. അപ്പോൾ അവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, യു ആൻഡ് ദ ആപ്പിൾ. അപ്പോൾ അതിലേതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഐ ഗിവ്, ഞാൻ എന്താണ് കൊടുത്തത്. അപ്പോൾ നമുക്കൊരു കറക്റ്റായ ഒരു ആൻസർ കിട്ടി, ദ ആപ്പിൾ. അപ്പോൾ ഇവിടെ ദ ആപ്പിൾ ഈസ് ആക്ടിങ് ആസ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ്, സോ ദാറ്റ് ഈസ് എ അക്യൂസേറ്റീവ് കേസ്, ആൻഡ് യു ഈസ് ആക്ടിങ് ആസ് എ ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ആൻഡ് ദാറ്റ് ഈസ് ഡാറ്റീവ് കേസ്. സോ ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ജർമ്മൻ എന്ന് പറയുന്നത് ഇഷ് ഗേബെ ഡിയ ഡെൻ ആഫൽ. ഇനി അനദർ എക്സാമ്പിൾ, ഷീ ഗീവ്സ് ഹിം ദ ബുക്ക്. അപ്പോൾ ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, ഗീവ്സ് എന്ന് പറയുന്നത് ഇവിടെ വെർബായിട്ട് ആക്ട് ചെയ്യുന്നു. അവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ഹിം, അതോടൊപ്പം തന്നെ ദ ബുക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുകയാണ്. സോ വാട്ട് ഷീ ഗീവ്, എന്താണ് കൊടുത്തത്, എന്താണ് അവൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ദ ബുക്ക്. സോ ദ ബുക്ക് ഈസ് ആക്ടിങ് ആസ് എ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് അക്യൂസേറ്റീവ് കേസ്. അപ്പോൾ ഹിം എന്ന് പറയുന്നത് ഡേറ്റീവ് കേസാണ്. സോ അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജർമ്മൻ സി ഗിഫ്റ്റ് ഇം ദസ് ബുക്ക്. ഇനി നമ്മൾ ജർമ്മനിലെ അക്യൂസേറ്റീവ് കേസിൽ വരുന്ന കുറച്ച് പ്രൊപ്പോസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊപ്പോസിഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന പോർഷൻ തീർച്ചയായും അത് അക്യൂസേറ്റീവ് കേസിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ആ പ്രൊപ്പോസിഷനോടെ ഒന്ന് നോക്കാം. അപ്പോൾ പ്രൊപ്പോസിഷൻസ് ഇതാണ്: ബിസ്, അണ്ടിൽ, ഡൂഷ്, ത്രൂ, ഫ്യൂ, ഫോർ, ഗേഗൻ, എഗനസ്റ്റ്, ഓനെ, വിത്തൗട്ട്, എറൗണ്ട്, എൻഡ്ലാ, എലോ. അപ്പോൾ ഈ അക്യൂസേറ്റീവ് കേസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.